പറഞ്ഞ സമയത്തിന് എത്തിയ എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും ടൈമിങ്ങിന് എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും ഡെനീഷിൻ്റെ വ്യക്തിഗതമായ പേരിലും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സൈചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സമയത്തെത്തിയ ആരും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ നേരത്തെ എത്തിയത് ഞങ്ങൾ തന്നെയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് സ്വാഗതം. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നേ. ശരിക്കും ഞങ്ങൾ ഞായറാഴ്ച വെക്കാനിരുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റിയതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റുകാരൊക്കെ വന്ന് അവർ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് വരാനുള്ള സമയം കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് എല്ലാവരും ലേറ്റ് ആയത്. ഈ ഹോളൊക്കെ ഇന്നലെയാണ് സെറ്റായത്. എല്ലാം പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ പരിപാടിയാണേ. പതിവ് പോലെ രജിസ്ട്രേഷനും അതുകൂടാതെ ക്രിസ്മസ് ഫ്രണ്ടും പിന്നെ നറുക്കെടുപ്പിനുള്ള പേരും എല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് 40ഓളം ആളുകൾ ഉണ്ടായിരുന്നേ. അതിൽ ചിലരെയൊക്കെ ഞങ്ങൾ അന്നാ പരിചയപ്പെടുന്നത്. നമ്മളെക്കാളും എളുപ്പത്തിൽ കുട്ടികൾ പരിചയപ്പെടുമല്ലോ. ലച്ചുവും ഐഷയും പെട്ടെന്ന് സെറ്റായി. അവർ തമ്മിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് ഗിഫ്റ്റ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രൈസസും പിന്നെ കേക്കും വൈനും ഒക്കെയാണ്. ആദ്യം ഗണപതി രണ്ടാമത് ശിഷ്യ മതി രണ്ടാണോ ഗ്രേവി ഇട്ടാലും മതി. ഉരുളക്കിഴങ്ങൊന്നും വേണ്ടേ? ഒരു കിഴങ്ങ് ഇച്ചിരി ഗ്യാസ് പോകാൻ. മട്ടൻ പുലാവും ബീഫ് റോസ്റ്റും കേരള ചിക്കൻ കറിയായിരുന്നു ഞങ്ങളുടെ മെനു. പിന്നെ അഡീഷണൽ ആയിട്ട് സാലഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും പതുക്കെ കഴിക്കേണ്ടതാണ്. സലാഡിന് പിഴിയാനുള്ള നാരങ്ങ എത്തുന്നതാണ്. നാരങ്ങ ഒന്ന് കഴിക്കില്ല. നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പിഴിഞ്ഞിട്ട് നാരങ്ങ എത്തിച്ച് സാലഡ് എത്തിക്കണം. കോർഡിനേറ്റർ സാധന ഇതിനോടുള്ള അഭിപ്രായം പറയുന്നതാണ്. കേരള ചിക്കൻ കറി, മട്ടൻ പുലാവ്, നമ്മുടെ ജിം മാസ്റ്റർ മട്ടൻ കറി, മട്ടൻ പുലാവ്, പറയേ അവന് കേരള ചിക്കൻ കറി റേറ്റ് എന്താ അടുത്തത് ചിക്കൻ. അടിപൊളി, സൂപ്പർ. സജി ചേട്ടനും രമേശേട്ടനും ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതാണ്. ഒരാള് സമാധാനത്തിലൂടെ അടിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ നല്ല ഫുഡായിരുന്നു. എന്റെ പേര് മട്ടൻ പുലാവ് ആരുടെ സ്പെഷ്യലായിരുന്നു. മട്ടൻ പുലാവ്, പിന്നെ ബീഫ് നല്ലൊരു
അറിയോ എന്ത് പറഞ്ഞു വീഡിയോഗ്രാഫറുടെ വൈഫാണ്. പേരെന്ന് പറയാം. ഫുഡ് എങ്ങനെയുണ്ട്? കേരള ചിക്കൻ കറിയാണ്. വെറൈറ്റി HUD എന്തോ പറയാണെന്ന് തോന്നണം. HUD എന്തോ പറയാണ്ട്. അടുത്ത ഇവിടെ സ്വന്തം HUD പറയുന്നതാണ്. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. HUDയുടെ അമ്മ പേരെന്ന് പറയും. കേരള ചിക്കൻ കറി സൂപ്പർ. മട്ടൻ പോലെ വെറൈറ്റി പ്രോഗ്രാം തങ്ങൾക്കുടെ മനസ്സുകളുടെ മനസ്സുകളുമായ നിറകുടകൾ താരവേദിയിലേക്ക് കടന്നിരിക്കുന്നു. ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിമിരു എന്ന് പറയും. യെസ്, ഭക്ഷണപ്രിയനായ നമ്മുടെ കൂട്ടത്തിലെ നിമിൽ സാൻ ഭക്ഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. എങ്കിൽ കൂടി 2 വാക്കുകൾ. ഫുഡ് വളരെ നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് വേണ്ടി ഫുഡ് ഏൽപ്പിച്ച സജ്ജേട്ടനാണ് ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഏൽപ്പിച്ചത്. ഞാൻ എൻ്റെ പേരിൽ പ്രത്യേകം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ചിക്കൻ കറി സോഫ്റ്റായി ഫ്ലഫി അടിപൊളി ചെന്നായി ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൈസ് തന്നെയാണ്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മട്ടൻ പുലാവാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും ഫുഡിൻ്റെ റിവ്യൂ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ക്ലീനിങ് ടൈമാണ്. എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വട്ടത്തിലിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഞങ്ങൾ അന്താക്ഷരി കളിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഞങ്ങൾ 2 ടീമായിട്ട് ഇനി അന്താക്ഷരി കളിക്കാൻ പോവാണ്. കറക്റ്റാണോടി? സെലക്ട് ചെയ്യാൻ പോവാണ്. കിട്ടുന്ന പേര് നിങ്ങൾ സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. ആരോട് പറയരുത്. ലാസ്റ്റ് ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. ഗിഫ്റ്റ് എല്ലാരും കൊണ്ടുവന്നില്ലേ? ആരെയും കൊണ്ടുവരാത്തുണ്ടോ? കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഉടനെ പോയി വാങ്ങിക്കൊണ്ട് വരേണ്ടതാണ്. സൈചേട്ടൻ പേര് പറയരുത്. കീശലിട്ടാ മതിയേ.
സൂക്ഷിച്ച് വെച്ചാൽ മതി, പേര് സൂക്ഷിച്ച് വെച്ചാൽ മതി. പേര് സ്വന്തമായിട്ട് സൂക്ഷിക്കണേ, ആരാ കൈ കിട്ടുന്നത് ആരും കാണിക്കരുത്. ആ സ്വന്തം പേരാണ് പേര് വായിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം പേരാണ് കിട്ടുന്നതെങ്കിൽ അറിയിക്കണേ, മാറ്റി തരും. നിർബന്ധമായിട്ട് അറിയിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ബാല്യകാലത്ത് കളിച്ചിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ട് പരിപാടിയില്ലേ, അതിതാ ഈ പ്രായത്തിലും കളിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് വൈബ് കിട്ടണമെങ്കിൽ ആ കളി ഉറപ്പായിട്ടും വേണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. അവർക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. ഫ്രണ്ടിനെ ഞങ്ങൾ ഇപ്പോഴാണ് തിരഞ്ഞെടുത്തെങ്കിലും ഗിഫ്റ്റ് ഞങ്ങളെല്ലാവരും നേരത്തെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ. ആർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് നോക്കിയിട്ട് ഒരു പ്രൈസ് റേഞ്ചും പറഞ്ഞിട്ടുണ്ട്. ആ പ്രൈസ് റേഞ്ചിനുള്ളിൽ എല്ലാവരും വാങ്ങിക്കൊണ്ട് വന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആണ് ബിങ്കോ. ജപ്പാൻകാർക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിമാണ് ബിങ്കോ. ഞങ്ങളുടെ കമ്പനി വെക്കുന്ന എല്ലാ ഫംഗ്ഷനും ഈ ബിങ്കോ കളിക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 100 ഷോപ്പിലൊക്കെ ഇതിൻ്റെ കാർഡ് വാങ്ങാനും കിട്ടും. ഗെയിം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാതെ. പിന്നെ ഞാനിവിടെ ഓരോ നമ്പേഴ്സ് പറയും. ആ നമ്പേഴ്സ് നിങ്ങളുടെ കാർഡിലുണ്ടെങ്കിൽ അത് ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ മതി. ഇതുപോലെ 3 ലൈൻ ആയാൽ മാത്രമേ ബിങ്കോ ആവുള്ളൂ. 57 Next number is 36. Twenty-four. 13. 13. സിംഗിളെ വല്ലതും ഉണ്ടോടാ? 42. ഒരെണ്ണം ഇവന് കൊടുക്കണം, മിഥുന് കൊടുക്കും. മിഥുന് ഒരെണ്ണം നോക്കിക്കോളൂ. എന്നാ മിഥുന് നീ ഒരെണ്ണം നോക്ക്. 73. Everybody claps Merlin. എല്ലാരും മനസ്സ് പറഞ്ഞ കൈയടിച്ചേ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. Second prize goes to Second Nepus. വിക്കറ്റ് ചെക്ക് ചെയ്യണം. ഇവന്റെ ആയിട്ട് 4 ആള് വരണാണ് ചെക്ക് ചെയ്യാൻ. അണ്ണന്റെ ഒന്നും ആയതില്ല. ഫൈൻ കള്ളൻ 45. അല്ലടാ സത്യം അല്ല അത് സത്യമായിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എടുത്തു നോക്കട്ടെ ഇവിടെ.
மடியிலோசை கேட்டு கதவு திறக்குதே, புதிய தாளம் போட்டு ஒரு காட்டு நடக்குதே. அழகரும் புதுமரம் இதை வருமே பெண்ணே, இதை வருமே மாணிக்கம் மலராய ബീവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരേ റസീന കിട്ടിയിട്ടില്ല, അവിടെ എത്ര വരെ പോകുന്ന കേൾക്കുന്നത്. വയനാട്ടിലൂടെ കേക്ക് മുറിക്കുന്നത്. കസാരകളിയാണ് കളിക്കുന്നത്. ഗേൾസ് വേറെ ബോയ്സ് സെപ്പറേറ്റ് ആയിട്ട് കളിക്കണം. ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് മാത്രമോ. വ്യക്തമായി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫോളോ പുറത്താകുന്നതാണ്. റൂൾസ് ആണ്. ചെയർമാൻ ടച്ച് ചെയ്യാനോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്ട് മുട്ടി നടക്കാനോ പാടില്ല. years later. രണ്ട് ചെയർ കച്ചേരി മത്സരം തുടങ്ങിയിരിക്കുന്നു. ഈ റൂൾസ് നോക്കുന്നതാണ്. ചെയർ ടച്ച് ചെയ്യാനോ ഇനി റൂൾസ് നോക്കുന്നതാണ്. ചെയർ ടച്ച് ചെയ്യാൻ പാടില്ല, സ്ലോ ആവാൻ പാടില്ല. വണ്ടിയിൽ പിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടുത്താം. പുതിയ പുതിയ വന്നിട്ട് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കളി സ്റ്റാർട്ട് ചെയ്യാം. സജന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് first prize, Ebin, second prize, Rogers, third, Emil. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow. മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 പേർ രണ്ട് ചെയർ. ഫൈനൽ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം. സ്റ്റാർട്ട് ചെയ്യാം. വയ്യാണ്ടാകുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, ആ
ഇതുവരെ കാണാത്ത സന്തോഷം എഡ്വേർഡിന്റെ മുഖത്ത് തെളിഞ്ഞിരിക്കുന്നതാണ്. അതിലെ ദീപ്തിക്ക് ഫസ്റ്റും ജിസ്നയ്ക്ക് സെക്കൻഡും ആയിരുന്നേ. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനും വൈനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഒരുമിച്ച് ജില്ലാവുന്നതാണ്. എല്ലാവരും മുന്നിലേറുകയോ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഉയർത്തി പിടിക്കേണ്ടതാണ്. പ്ലീസ് എല്ലാവരും ഒരുമിച്ച് Konnichiwa. Sayonara. Kochi kochi kachi. Sayonara. கொள்ளை நிலாவுடனகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இதம் தேடி அணுகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடன் വീട്ടാളവരൊക്കെ വിളിക്കും പറയാനുള്ളവരൊക്കെ പറയും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇനി സമയങ്ങൾ കളയാൻ ബെല്ലടിക്കാൻ Come on, come on, come on!
അവൻ തന്നെ കളിക്കുന്ന കിട്ടിയ വീട്ടിക്ക് കഴിഞ്ഞ പരിപാടിയുടെ സമ്മാനങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് ഫസ്റ്റ് അനൗൺസ് ചെയ്തിട്ട് ലക്കി ഡ്രോയിൽ കിടക്കാം. സൈച്ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രൈസ് നെപ്പസ്. പ്രൈസ് കൊടുക്കാൻ വേണ്ടി ജോർജ് ചേട്ടനെ വിളിക്കുന്നു. പ്രൈസ് മറ്റാർക്കല്ല, എനിക്ക് തന്നെയാണ്. എനിക്ക് സമ്മാനം തരാൻ ആരെ വിളിക്കണം? Yes, Jumana, please come on the stage. ഇനി മ്യൂസിക്കൽ ചെയർ ബോയ്സിന്റെ ഗിഫ്റ്റ്സ് ആണ് തരുന്നത്. ഫസ്റ്റ് പ്രൈസ് എവിൻ ആയിരുന്നു. എവിൻ ഇങ്ങോട്ട് വരേണ്ടതാണ്. അതിന്റെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി റെനീഷേറിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് റോജസിനാണ്. റോജസ് മുന്നോട്ട് വരണം. പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ മെർലിനെ ക്ഷണിക്കുന്നു. Yes, come on, Merlin. തേർഡ് പ്രൈസ് നിമിലിനായിരുന്നു. നിമിലിൻ കടന്നു വരണം. പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്നിഗിലിനെ ക്ഷണിക്കുന്നു. ലാസ്റ്റ് ഗെയിം മ്യൂസിക്കൽ ചെയർ ഗേൾസിന്റെ ആയിരുന്നു. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ദീപ്തിക്കാണ്. ദീപ്തിക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ജിത്തുവിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ജിസ്നയ്ക്കാണ്. ജിസ്ന ഒന്ന് കടന്നു വരൂ. ജിസ്നയ്ക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ജിതിനെ ക്ഷണിക്കുന്നു. തേർഡ് പ്രൈസ് ജുമാന വരുമോ? ജുമാനയ്ക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ റോസിനെ ക്ഷണിക്കുന്നു. നമ്മളെല്ലാരും കാത്തിരുന്ന ലക്കി ഡ്രോ ആണ്. നമുക്ക് തുടങ്ങാം. Lucky draw. First prize 3,000 yen. Second 2,000 yen. Third 1,500. But five. Reza 3,000. ഫസ്റ്റ് എടുക്കുന്നത് തേർഡ്. ഓക്കെ, ഫസ്റ്റ് 6th തൊട്ട് അത് നല്ലതാണ്. നല്ല 35. ജോർജ് ചേട്ടൻ. കോർഡിനേറ്ററെ സമ്മാനം കൊടുക്കാൻ വേണ്ടി സജന ഇപ്പോൾ അനൗൺസ് ചെയ്യുന്ന ആള് കടന്നു വരിക.
ആരാണ്? വിമൽ. ത്രീ നയൻ 39. അഖിൽ. 40 ആരാണ് 40 ആദി 14. ദീപ്തി. എല്ലാ പ്രാവശ്യവും പൈസ എടുക്കുന്ന കുട്ടി. A big clap. എന്തോ പറയാനുണ്ട്? പറയൂ. ആറ് നറുക്കെടുപ്പ്. അത് സ്പോൺസർ ചെയ്തത് ബിടെക്. ലക്കി ഡ്രോ കഴിഞ്ഞാലും ബിടെക് പറയുന്നത് വീണ്ടും ലക്കി ഡ്രോ സ്പോൺസർ ചെയ്യുന്നതാണ്. ഭാഗ്യവാന്മാരുണ്ട്, ഭാഗ്യവതികളും ഉണ്ടാവാം. 5 ആരാണ് സസ്യ 5 ആരെ 5 മറ്റാരല്ല, ഞാൻ തന്നെയാണ്. ഇത് ഫസ്റ്റ് പ്രൈസ് 29 ആരാണ് 29 മനുഷ്യൻ. മനുഷ്യൻ കഴിഞ്ഞോട്ട് ഫസ്റ്റ് അടിച്ചിട്ട് അവന് വലിയ സന്തോഷമില്ലട്ടോ. 25. നിന്നടാ സന്തോഷം കൊടുത്തില്ല. ഒരു കാര്യം പറയല്ലേ, നമ്മളെ അടുത്തേക്ക് 3 ഗിഫ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ സ്പോൺസർ ചെയ്യുന്നു. നമുക്ക് തിരിച്ച് ഞാൻ തന്നെ പഠിക്കാൻ ഓക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ബിഗ് ക്ലാപ്പ്. ഒരു കൈയ്യടി കൊടുക്ക്. ഒരു പുതിയൊരു ഇതാണ് ഭാഗ്യം സ്പോൺസർ ചെയ്യാന്ന് പറയുന്നത്. ഒരു വലിയൊരു ഇതാണ്, ഒരു എന്താ പറയാ മനസ്സാണ് റംഷീദിന്റെ. അപ്പൊ റംഷീദ് ഒരു അടുത്ത ഭാഗ്യവാനാണ് റംഷീദ്. കണ്ടിന്യൂ. സ്പോൺസർ ചെയ്തോട്ടെ. 15 ആരാണ് 15 ജുമാല തന്നെയാണ്. സ്വന്തമായി 23 ആരാണ് 23 ഫാസിൽ. 3 വിനീത്. ഈ പ്രോഗ്രാം ഇങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് ഓടി നടന്ന ഇത് തലേദിവസം സെറ്റായ സംഭവമാണ്. അത് ഇത്ര സക്സസ് ആക്കിയത് 3 പേരുടെ കഴിവ് മാത്രമാണ്. സൈചേട്ടൻ, റെനീഷേട്ടൻ, ജിത്തു അവരാണ് കേട്ടോ ആ 3 പേര്. ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് പരിപാടി. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. നെപ്പേഴ്സ് ആയിരുന്നു ക്രിസ്മസ് പാപ്പ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി ഇതുപോലത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ വെക്കുമ്പോൾ വീഡിയോ ഒക്കെ ഇടാവേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.